ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കിതൊരു സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇതും കൂടെ നമുക്ക് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. പ്ലസ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ് ഇതിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ iTop സ്ക്രീൻ റെക്കോർഡറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബ്രീഫായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്ത് 4K ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഒരു ലാഗ് പോലും ഇല്ലാതെ GPU റെൻഡറിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് ഗെയിംസ് ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കാം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, AVI, MP4, MKV, MOV ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഫോർമാറ്റ്സിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ iTop സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സിമ്പിൾ വിൻഡോ ആണ് കാണുന്നത്. ടോപ്പ് റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട്സ് കാണാം. റെക്കോർഡ് ചെയ്യാൻ F9, പോസ് ചെയ്യാൻ F10 ആൻഡ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി F11 പ്രസ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ നമ്മുടെ വീഡിയോയുടെ ഡയമെൻഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ സ്ക്രീനാണ് കിടക്കുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റീജിയൻ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സെലക്ട് റീജിയൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഏത് റീജിയനാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ആ റീജിയൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഏരിയ മാത്രമേ റെക്കോർഡ് ആകത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റീജിയൻ മാത്രം റെക്കോർഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആൻഡ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏരിയ സെലക്ട് ചെയ്യാനുള്ള കുറച്ച് പ്രീസെറ്റ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിലുള്ള സ്പീക്കറിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യണോ അതോ വേണ്ടയോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ റെക്കോർഡിംഗ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൗസ് ക്ലിക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെബ് ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടാബിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫീച്ചറാണ്. ഇവിടെ നമുക്ക് സ്പീക്കർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൈക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന വെബ് ക്യാമറ ഓപ്ഷനാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നോർമലായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ബ്ലർ ചെയ്തെടുക്കും. മൂന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ആവും. ആൻഡ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് വെച്ചോളും. അതിന് നമുക്കിവിടെ സ്പീക്കർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കിവിടെ ഗെയിംസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിം, അതിൻ്റെ പാത്ത്, പാരാമീറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ട് ഗെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ GPU റെൻഡറിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് ഒരു ലാഗോ ഫ്രെയിം ഡ്രോപ്പോ ഇല്ലാതെ ഗെയിം സ്മൂത്ത് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ ഹുഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പഴയതുപോലെ തന്നെ സ്പീക്കറും മൈക്കും വെബ് ക്യാമും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യാം. ആൻഡ് ടൈമർ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ വരുവാണെങ്കിൽ ഇവിടെ ഒരു ബാർ കാണാം. അവിടെ നമുക്ക് പോസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് സ്ക്രീനിൽ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പെൻ ഐക്കണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. ഇനി നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാം. ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഡ്രോ ചെയ്യാം. സർക്കിൾ ഷേപ്പിൽ ഡ്രോ ചെയ്യാം. ആൻഡ് ലൈൻസ് വരയ്ക്കാം, ആരോസ് വരയ്ക്കാം, എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ആൻഡ് ഇതെല്ലാം അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഓക്കെ, ആൻഡ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ മൈ ക്രിയേഷൻസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ 3 ടാബ്സ് ആണുള്ളത്. വീഡിയോ ഓപ്ഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് വരും. ഓഡിയോ ഓപ്ഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ വരും. ആൻഡ് സ്ക്രീൻഷോട്ടിൽ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട്സ് കാണിക്കും. ആൻഡ് ഈ വീഡിയോ നമുക്ക് ഇവിടുന്ന് പ്രീവ്യൂ കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രീവ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും ഡീനോയ്സ് ചെയ്യാനും ആൻഡ് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിലേക്കും വിമിയോയിലേക്കും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ ഡ്രൈവിലേക്കെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റീനെയിം ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഫയൽ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇവിടെ വരുന്നത് വാട്ടർമാർക്ക് വിൻഡോ ആണ്. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. വാട്ടർമാർക്ക് വേണ്ടെങ്കിൽ നോ വാട്ടർമാർക്ക് കൊടുക്കാം. ആൻഡ് വാട്ടർമാർക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇവിടെ ക്വിക്ക് ലോഞ്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂട്യൂബ്, സൂം, ട്വിച്ച് എല്ലാം കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് സെലക്ട് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ യൂട്യൂബ് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ആൻഡ് ഈ വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ കുറേ ടൂൾസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഫസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ക്വിക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഉണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഉണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ആൻഡ് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വീഡിയോസ്, ഇമേജസ് അല്ലെങ്കിൽ ഓഡിയോ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം.
അതിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറേ എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ട്രാൻസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലായിട്ട് കുറേ ഫിൽറ്റേഴ്സും കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ HD, HD, 4K, 2K എല്ലാം എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീഡിയോ കംപ്രസിംഗ് ടൂളാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നി. ആൻഡ് ഇവിടെ നമുക്ക് 3 കംപ്രഷൻ ലെവൽസ് കാണാം. നോർമൽ ലെവൽ, അഡ്വാൻസ്ഡ് ലെവൽ ആൻഡ് അൾട്ടിമേറ്റ് ലെവൽ. ആൻഡ് നമുക്ക് വേണ്ട ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് വീഡിയോയും ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കംപ്രസ് ചെയ്തെടുക്കാം. സോ iTop സ്ക്രീൻ റെക്കോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് സിനിമാറ്റിക് വീഡിയോ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ആൻഡ് അണ്ടർ വാട്ടർ ഓഡിയോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.